ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 8-ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി SITയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതെന്നും പത്മകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്നെഴുതിയത് താനാണ് ചെമ്പുപാളികൾ എന്നാക്കിയത്. ചെമ്പ് ഉപയോഗിച്ച് പാളികൾ നിർമ്മിച്ചത് കൊണ്ടാണ് ഇതെന്നും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 8-ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി SITയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് എന്നാണ് പത്മകുമാർ പറയുന്നത്. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്ന് എഴുതിയത് താനാണ് ചെമ്പ് പാളികൾ എന്നാക്കിയത്. ചെമ്പ് ഉപയോഗിച്ച് പാളികൾ നിർമ്മിച്ചത് കൊണ്ടാണ് ഇതെന്നുമാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇന്നാണ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത്. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 8-ന് പരിഗണിക്കും.